ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കുമ്പളങ്ങി നവജീവൻ പ്രേക്ഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അക്ഷരവെളിച്ചം 2026 സംഘടിപ്പിച്ചു. കുമ്പളങ്ങി നവജീവൻ പ്രേക്ഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അക്ഷരവെളിച്ചം 2026 നടത്തി. കുമ്പളങ്ങി സാന്റ് ജോസ് ഹാളിൽ നടന്ന പരിപാടിയിൽ സാന്റ് ജോസ് ഇടവക വികാരി ഫാദർ ലോറൻസ് പൊള്ളയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവൻ ആരാണ് അല്ലെങ്കിൽ അവൾ ആരാണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ ഇവിടെ നൽകുന്ന ഓരോ കൊച്ചു നോട്ട്ബുക്കുകളും വിദ്യാസമ്പന്നത്തിന് ആവശ്യമായ എന്ത് കാര്യങ്ങളും ഒരു പ്രേക്ഷക സംഘം ഇത് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഒരു കൈത്താങ്ങായി ഇവരെ മാറുകയാണ്. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഒത്തിരി ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോകുന്നുണ്ട്. ഓരോ കുഞ്ഞും അവൻ്റെ സാധ്യതകളെ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഇവിടെ ഇരിക്കുമ്പോൾ ചെയ്യേണ്ടതും ഇനിയായി. പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥനാശംസകൾ നേർന്നു. നവജീവൻ പ്രേക്ഷക സംഘം പ്രസിഡന്റ് മേരി റേച്ചൽ അധ്യക്ഷത വഹിച്ചു. 150 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കുമ്പളങ്ങി പഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ മേരി ജിൻസ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാർട്ടിൻ ആന്റണി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ജോൺസൺ വള്ളനാട്ട് സ്വാഗതവും സിജി സ്റ്റീഫൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. LKG മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥിനികൾക്കാണ് നവജീവൻ പ്രേക്ഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. നമുക്കറിയാം, നാളെ സ്കൂൾ തുറക്കുകയാണ്. സ്കൂളിലേക്ക് പോകുവാനുള്ള ബുദ്ധിമുട്ട് ഓരോ മാതാപിതാക്കൾക്കും അത് വളരെയധികം വേദനാജനകവും അതുപോലെ തന്നെ ബുദ്ധിമുട്ട് നിറഞ്ഞതുമാണ്. അവിടെയാണ് നവജീവൻ പ്രേക്ഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ചെറിയൊരു സഹായമായി 150 പരം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും നവജീവൻ പ്രേക്ഷക സംഘത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമാണ്. നമുക്ക് നല്ല ഇതിനൊരു പേരിന് വേണ്ടി ചെയ്യുന്നത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. 350 പേരിലാണ് ഇപ്പോൾ ഒരു പുസ്തക പരിപാടികൾ ചെയ്യുന്നത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെടുന്ന സമയമാണ്. ജൂൺ 1-ാം തീയതി ക്ലാസ് തുറക്കുമ്പോൾ അതിന് ബുക്ക് മേടിക്കാൻ, അതിന് ഉപകരണങ്ങൾ മേടിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന ഒരുപാട് മാതാപിതാക്കന്മാരുണ്ട്. ഒരുപാട് പണിയില്ലാതെ കഷ്ടപ്പെടുന്ന മാതാപിതാക്കന്മാരുണ്ട്. അപ്പോൾ ഇവരിത് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ വേർവിടം തന്നെയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചേച്ചിലൂടെ നവജീവൻ പ്രേക്ഷക സംഘത്തിന് ഇടവരത്തേക്ക് ആശംസിച്ചുകൊണ്ട് എല്ലാവരും ആശംസകളും നേർന്നു കൊടുക്കുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.